ബഡീസ ഇന്ന് എന്തായാലും നമ്മളുടെ ആദ്യമോളുടെ ലാസ്റ്റ് ഡേ ഓഫ് എക്സാമിനേഷൻ ആണ് കേട്ടോ. അവൾ എന്തായാലും ഫുൾ ഹാപ്പിയാണ്. അവൾ ഇന്ന് എണീക്കാനോ സ്കൂളിലേക്ക് ഒരുങ്ങാനോ ഇറങ്ങാനോ ഒന്നും ഒരു ലേറ്റും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് എല്ലാം സെറ്റാക്കി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ ഫുൾ ആവേശത്തിലാണ്. ഇനി കുറച്ച് കാലത്തേക്ക് സ്കൂളിലേക്ക് പോകണ്ടല്ലോ എന്നാലോചിച്ചുള്ള ഹാപ്പിനെസ് ആണ് അവൾക്ക്. അവളാണ് ഇന്നത്തെ വീഡിയോസ് മൊത്തം ഇങ്ങനെ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അവൾ ഇനി എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു 87 ഡേയ്സോളം ഇനി അവൾക്ക് സ്കൂളില്ലെന്നാണ് തോന്നുന്നത്. വെക്കേഷൻ കുറച്ച് ലോങ് വെക്കേഷൻ തന്നെയാണ്. ജൂൺ 16 ഇനി ഓപ്പൺ ചെയ്യുന്നുള്ളൂ. അതിനിടയ്ക്ക് ഏപ്രിൽ 2 അവളുടെ റിസൾട്ട് അറിയും. വന്നതിന് ഒരു PT മീറ്റിംഗും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് അവിടെ തന്നെ ബുക്ക് കളക്ഷനും യൂണിഫോം കളക്ഷനും ഒക്കെ ചെയ്യാനൊക്കെ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് ഇനി ജൂൺ 16 ഈ സ്കൂൾ റീ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലോങ് വെക്കേഷൻ തന്നെയാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം അവൾക്കുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലേക്ക് വരുന്നുണ്ട്. നാട്ടിൽ അടിച്ചു പൊളിക്കാനുള്ള എല്ലാ പ്ലാനും അവൾ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതും അവളുടെ ഈ ഒരു സന്തോഷത്തിനുള്ള ഒരു കാരണം തന്നെയാണ്. പിന്നെ എക്സാമൊക്കെ അവൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവൾ എന്തായാലും ഇന്നത്തെ എക്സാമിന് നല്ല പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നത് ബഡ്ഡിയും ആര്യമോനെയും കൂടി കൂട്ടി കാറിൽ ഞങ്ങൾ നമ്മുടെ ആദ്യമോളെ തിരിച്ച് കൂട്ടി കൊണ്ടുവരാനുള്ള പോക്കാണ്. അവളെ നേരെ കൂട്ടിയിട്ട് നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് കാണുന്നുണ്ട് കേട്ടോ. എന്തായാലും ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവരോടും ഒന്ന് കണ്ട് ബായ് പറയാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി സ്കൂളിലേക്ക് പോവുകയാണ്. അവളെ കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഇനി 2 മാസം നമ്മുടെ ആദ്യമോനും ആര്യമോളും കൂടി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ വയ്യ കേട്ടോ. ഇടയ്ക്ക് ആദ്യമോൾ എന്തായാലും നാട്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അവളെ കാണാതിരിക്കുന്ന കാര്യം ഞങ്ങൾക്ക് എന്തായാലും ആലോചിക്കാൻ വയ്യ കേട്ടോ. എന്തായാലും നമ്മൾ സ്കൂളിൽ തന്നെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു. നമ്മുടെ ആദ്യമോൾ ഞങ്ങളെ ചെല്ലാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവൾ ഞങ്ങളെ കണ്ടത് ഓടി വന്നു. ടീച്ചേഴ്സിനോടൊക്കെ ബായ് പറഞ്ഞ് ഞങ്ങൾ വേഗം സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹാപ്പി